സെന്റിന് വെറും 20,000 രൂപക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ തോട്ടുമുഖത്തിനടുത്ത് ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. 105 ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇതുപോലെ നിലനിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് കിട്ടും. ഏകദേശം റബ്ബറിൽ നിന്ന് മാത്രമായിട്ട് 2 ലക്ഷത്തിലധികം രൂപ മാസം വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇനി നമുക്ക് ഒരു കോഴി ഫാമോ അതുപോലുള്ള ഫാം പർപ്പസിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൽ നമുക്ക് കോഴി ഫാം അടക്കമുള്ള അല്ലെങ്കിൽ മിക്സഡ് ഫാം പോലുള്ള പരിപാടികൾ നമുക്കിത് ചെയ്യാൻ കഴിയും. അതിനുള്ള വെള്ള സൗകര്യവും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. നമ്മളോട് ഒരുപാട് എൻക്വയറികൾ വന്നതായിരുന്നു. വലിയ ഫാം പർപ്പസിന് പറ്റിയ മിക്സഡ് ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു 5 ഏക്കർ അല്ലെങ്കിൽ 6 ഏക്കർ പോലത്തെ പ്രോപ്പർട്ടികൾ, അതും വില കുറഞ്ഞത് നമുക്ക് ഈ ഏരിയയിൽ കിട്ടുന്നതിൽ ഏറ്റവും ഒരു കുറഞ്ഞ റേറ്റിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അതും അധികം സ്ലോപ്പ് ഒന്നും ഇല്ലാത്ത ഈ ഒരു രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടു നോക്കാം. നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കംപ്ലീറ്റ്ലി കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു 5.5 ഏക്കർ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ പോർഷൻസും ഈ വഴി ഇങ്ങനെ പോയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫാം പർപ്പസിനാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ വഴിയിലൂടെ വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഷെഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വലിയ വാഹനങ്ങളടക്കം ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതാണ്. നിലവിൽ റബ്ബറാണ് ഇവിടുത്തെ ഒരു വരുമാനം എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ പാലുള്ള ഈ ഒരു റബ്ബറിന്റെ പാലെടുക്കാനും അതുപോലെ ഷീറ്റ് എടുക്കാനുമായിട്ട് നിലവിൽ ഇതാ വലിയ വാഹനങ്ങൾ വരുന്ന ഒരു ടയർ മാർക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു പർപ്പസ് ഫാം പർപ്പസ് ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഈ റോഡാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ വരുന്നത്. ഇതൊരു റബ്ബർ പ്ലാന്റേഷൻ ആണെന്ന് പറഞ്ഞു. ഏകദേശം 800-ലധികം റബ്ബറുകളുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ റബ്ബറിന് പുറമെ ഇത്തരത്തിൽ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന നല്ല തേക്കുകൾ ഒരുപാടുണ്ട്. അതുപോലെ മഹാഗണി, അങ്ങനത്തെ നല്ല വൃക്ഷങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയും. ഇതിനൊക്കെ പുറമെ ഈ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഏകദേശം 85-ലധികം തെങ്ങുകളും നല്ല രീതിയിൽ ഫലം തരുന്ന തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അത്തരത്തിൽ റബ്ബർ മാത്രമല്ല കംപ്ലീറ്റ്ലി പലതരത്തിലുള്ള മരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിലവിൽ ഇത്. നമ്മുടെ ഈ 5.5 ഏക്കർ പ്രോപ്പർട്ടിയിലുള്ള ചെറിയൊരു ഹട്ടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നിലവിൽ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ചെറിയൊരു സ്പേസ് ഇവിടെ, ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. വളം അതുപോലെ പിന്നെ റബ്ബറിന്റെ പാലൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. അതുപോലെ ഈ ഒരു പോർഷനിൽ പണിക്കാർക്കായിട്ടുള്ള ചെറിയൊരു റൂമും വരുന്നുണ്ട്. അപ്പോൾ ആർക്കും നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് താമസിക്കാനൊക്കെ പറ്റുന്ന റൂമാണ്. ഇവിടെയും അതുപോലെ ചെറിയൊരു കട്ടിലൊക്കെ ഇട്ടിട്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഈ വലിയൊരു പ്രോപ്പർട്ടിയിൽ എന്തായാലും ആവശ്യമുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും അത്യാവശ്യം വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് അത്യാവശ്യമാണ്. ആ ഒരു സ്പേസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതിന്റെ മുൻപിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നിലവിൽ റബ്ബറിന്റെ പാലെടുക്കാൻ അതുപോലെ അതിലേക്കുള്ള ചിരട്ടകളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ വിലയുള്ള പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ വീടുകളോ നോക്കുന്നവരാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ, വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഫാമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് വരും. അതിനായിട്ടുള്ള കിണർ വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ താഴെ ഭാഗത്താണ് വരുന്നത്. ഈ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റവും പരിഗണിക്കുമെന്നാണ് നമ്മളോട് ഓണർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 20-30 ലക്ഷം രൂപ വരെയുള്ള മാറ്റം വെച്ചിട്ട് ഒരു 5.5 ഏക്കർ പ്രോപ്പർട്ടി ഈ പറഞ്ഞ റേറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.